ഞാൻ നിങ്ങളുടെ ഒരാളെ മൊബൈലിൽ അങ്ങോട്ട് പിടിച്ചിട്ട് രഹസ്യമായിട്ട് ഷൂട്ട് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് ഇതും കൊടുത്തിട്ട് റീൽ വിട്ടിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ സാഡ് മ്യൂസിക് വിട്ടിട്ട് അമ്മയുടെ തലയിൽ നടന്ന് നടന്നു കഴിഞ്ഞാൽ ഭേദപ്രാടാന്ന് ഞാൻ പറയും ഇങ്ങനെ കാണിക്കുന്ന പോലെ. അതൊന്നും ഒരിക്കലും അതൊക്കെ എന്ന് പറയുന്നത് ചാരിറ്റിയുടെ ഇവരെയൊന്നും അങ്ങനെ പെടുത്താനേ പാടില്ല. പിന്നെ ഈ ബിസിനസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് അത് ഉടായിപ്പോൾ സർക്കാർ കണ്ടുപിടിക്കേണ്ടതാണ്. പിന്നെ കുറേ പരസ്യമൊക്കെ കൊടുത്ത് വെച്ചു. ഇതല്ല മെയിൻ വിഷയം, സിനിമയാണ്. മാർക്ക് ഞാൻ നേരത്തെ കണ്ടു. ഗംഭീരം. ഞാൻ ഒരു പടത്തിൽ ചെറുതായിട്ട് അഭിനയിച്ചായിരുന്നു. ഒരു 5 ദിവസം ഫൈറ്റ് ഉണ്ടായിരുന്നു. മാർക്കോട് തന്നെ ഫൈറ്റ് മാസ്റ്റർ കലയിൽ നടന്ന് ഫൈറ്റ് ചെയ്യിച്ചു. 5 ദിവസം ഫൈറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഉപ്പാടും പതുക്കിട്ട് വിളവി 60 ദിവസമൊക്കെ ഉണ്ണി അതിലേക്ക് അത് ഞാൻ എനിക്ക് ഉണ്ണിയുടെ ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ 2014 എനിക്ക് അറിയാവുന്ന ആളാണ്. വിക്രമാദിത്യം കഴിഞ്ഞ സമയത്ത് ഞാൻ പോയി ഒരു കഥ പറഞ്ഞ അടുപ്പം സൗഹൃദമാണ്. അന്ന് ഉണ്ണിയുടെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഒരു ബ്രൂസ്ലിയുടെ പടവും സൂപ്പർമാൻ്റെ പടവും വെച്ചിട്ട് പുള്ളിയുടെ ഒരു ഇഷ്ടം അവിടെയായിരുന്നു. പക്ഷേ നമ്മുടെ മലയാളത്തിൽ അയാളുടെ ഒരു ഫിസിക്ക് വെച്ചിട്ടുള്ള കഥാപാത്രങ്ങളെക്കാട്ടി കൂടുതലും അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് തന്നെ കൺഫ്യൂഷനായി ഇതിലേക്ക് പോയി സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്നുള്ളത്. ഇപ്പം കറക്റ്റ് ഒന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് മുന്നോട്ട് പോകും. സിനിമയുടെ അഭിപ്രായത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഉണ്ണിയുടെ കഷ്ടപ്പാടിനെ കുറിച്ചാണ്. സിനിമയെ സംബന്ധിച്ച് എനിക്ക് ഒരു കാര്യത്തിൽ വർക്കല്ല. ഇപ്പോൾ വയലൻസ് ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെടുന്നത് ഞാൻ പണ്ട് ഉള്ളിൽ തെറിക്കെതിരെ സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് അതേ ഫോർമാറ്റ് ഇതെന്താ നമ്മളെ ലോജി ചേട്ടൻ്റെ പണി സിനിമ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞ ഒരു റിവ്യൂ എടുത്തിട്ടുണ്ടല്ലോ, അവന് ഈ സിനിമയെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞ കണ്ട് ഞാൻ ഇട്ടിപ്പോയി. അതിനകത്ത് ഏതോ ഒരു ചെറിയൊരു പോയിന്റിൽ സ്ത്രീയെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഗർഭപാത്രം ചവിട്ടി പൊളിച്ച് കൊച്ചിനെ പുറത്തെടുക്കുന്ന സീനിൽ ഇയാൾക്ക് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ. ഞാൻ സിനിമ അഭിപ്രായമല്ല, ഉണ്ണി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കുറേ കാലത്തെ കഷ്ടപ്പാടുകൾക്ക് അയാളുടെ കാത്തിരിപ്പിന് അർഹിച്ചൊരു അംഗീകാരം കാലം കൊടുത്തൊരു സിനിമ കൂടിയാണ് എന്നുള്ളതാണ് ഇന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അതിനകത്ത് കൂടുതൽ സന്തോഷം. ഇനിയിപ്പോൾ 2, 3, 4 ഭാഗങ്ങളൊക്കെ വരുന്നുണ്ടോ? മാക്സിമം വരട്ടെ. നമുക്ക് ജോൺ വിക്ക് പോലുള്ള കഥാപാത്രങ്ങൾ ഉണ്ണിക്ക് ചെയ്യാൻ കഴിയും ഇങ്ങനെയുള്ള സിനിമ. എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്ന മേഖലയല്ല സിനിമ. എന്നെ വിളിച്ചാൽ ഞാൻ പോയി അഭിനയിക്കുന്നു. ഇപ്പോൾ ഒരു പടം വരുന്നുണ്ട്, അത് ഫെബ്രുവരിയിൽ ഷൂട്ടെന്നവർ പറയും. ഞാൻ അങ്ങനെ അതിൻ്റെ പിന്നാലെ ഇടന്ന് ഓടുന്ന ഒരാളാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടല്ലോ. പുറത്ത് ടൂറൊക്കെ പോയിട്ട് ഈ സിംഹത്തിൻ്റെ കടുവൻ്റെ കൂടെയാണല്ലോ പുറത്ത് ടൂർ പോയിട്ട് ഞാൻ നിൻ്റെ കൂടെ കുറച്ച് സമീപിക്കാം. അതിന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതിനൊക്കെ എൻ്റെ പകുതി ധൈര്യം പോലെ അവിടേക്ക് ഞങ്ങൾ അത്രയും മേടിപ്പിക്കുന്നു ഇല്ലല്ലോ. ഇത് ഞാൻ ഒന്ന് പറയുന്നില്ല. ഞാൻ അടുത്ത സമയത്ത് നിങ്ങൾ കുറേയൊക്കെ മര്യാദ വേണം കേട്ടോ. ഓമളിത്തരങ്ങളും വൃത്തികളും പരമാവധി ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് കാശുണ്ടാക്കാൻ അറിയുന്നത്. റീസെന്റ് ആയിട്ട് വന്ന് മറ്റേ കല്യാണത്തിന് പോയില്ലായിരുന്നു ആലപ്പുഴയില്. അത് പോയി കഴിഞ്ഞതിന് ശേഷം പോണ്ടാന്ന് തോന്നി. നിങ്ങൾ കാരണം അതൊക്കെ തോന്നുന്നത്. ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ പോച്ചയെ കുറിച്ചും പറയാം. ആ കേക്കിന്റെ സ്റ്റേറ്റ്മെന്റ് ദിയാകൃഷ്ണയുടെ സ്റ്റേറ്റ്മെന്റ് അല്ല, ദിയാകൃഷ്ണ സ്റ്റേറ്റ്മെന്റ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞല്ലേ, കേക്ക് മറ്റേ മുഖത്തടിച്ചതിന്റെ മുഖത്ത് തേച്ചതിന്റെ കണ്ടില്ലായിരുന്നു. അത് നോറ സിജുവിന്റെ മുഖത്ത് കേക്ക് പാരലൽ വേൾഡിൽ ഇനി അങ്ങനെ എന്തെങ്കിലും ഒക്കെ നടക്കട്ടെ. അന്വേഷിക്കാതിരിക്കുന്നത് നല്ലത്. എന്താ പരിപാടി തീർക്കാന്നോ? ഞാനൊരു വൈകിട്ട് പടത്തിന് ഡിസ്കഷനായിട്ട് വന്നേ. ഞാൻ എന്നാൽ പിന്നെ റൂം എടുത്തേക്കാന്ന് ഞാൻ അറിഞ്ഞു നിങ്ങളുടെ മുമ്പിൽ നിന്ന് ചാടുന്നു. എനിക്ക് ഒരു റൂം എടുക്കാമെന്ന് നമുക്ക് ഗ്രൗണ്ട് പാസ് ചെയ്ത് ഇങ്ങനെ ചെയ്യണം. ഇതല്ലേ അറിഞ്ഞത്. ഓക്കെ പോയി അത് നന്നായി വരട്ടെ. ഓക്കെ.